നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ തരികയാണ്. നോർമൽ ഭക്ഷണമാണ് അതിൽ പെടുന്നത്. ഈ ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അതിനോടൊപ്പം തന്നെ ഞാനൊരു നല്ല ഡയറ്റ് പ്ലാനും തരുന്നുണ്ട് കേട്ടോ. ഈ ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഒരു 2 മാസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. മിക്കവരുടെ ഒരു ധാരണയുണ്ട്, സാധാരണ ഒരു ഡയറ്റീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് അവർ പറയുന്നത് എന്നുള്ളതൊക്കെ. പക്ഷേ അത് തെറ്റായൊരു കാര്യമാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യനും ഒരിക്കലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒന്നും പറയത്തില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പേഷ്യൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം ഡയറ്റ് പ്ലാൻ കൊടുക്കാൻ എന്നുള്ളത്. അതിനനുസരിച്ച് വേണം നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്യാനും എന്നുള്ളത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് പറയുന്നതാണ്. ഞങ്ങളുടെ എത്തിക്സിൽ അത് പെടുന്നതുമാണ്. അതുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻസ് ഒരിക്കലും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഒന്നും പറയില്ല. ഒരു നോർമൽ ഭക്ഷണം നിങ്ങൾ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ഭക്ഷണമാണ് നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് ടൈം, ഇതൊക്കെ നോക്കിയിട്ടാണ് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങൾ രാവിലെ ഒരു ദിവസം എഴുന്നേക്കാണ്, നിങ്ങൾ ഈ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ പുള്ളിങ് ചെയ്യുക. ഓയിൽ പുള്ളിങ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ എഫക്റ്റീവാണ്. ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്നതിന് ഓയിൽ പുള്ളിങ് ഹെൽപ്ഫുള്ളാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓയിൽ നമ്മുടെ വായിൽ ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് കുലുക്കൊഴിയുക. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 മിനിറ്റ് വരെ കുലുക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലത്. തുടക്കത്തിൽ ആർക്കും ഇത്രയും മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യമേ കുറച്ച് സമയം ചെയ്യുക, പിന്നെ അതിനുശേഷം കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓയിൽ പുള്ളിങ് ചെയ്യാം. ഓയിൽ ഒഴിച്ചിട്ട് കുലുക്കൊഴിഞ്ഞിട്ട് ഇത് കളയുകയും ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് നേർത്ത് വരും. അത് വായിന്ന് തുപ്പുന്നതെന്ന് വെച്ചാൽ വളരെ ഫോഴ്സിലല്ല തുപ്പേണ്ടത്, സ്ലോയിൽ തുപ്പി വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുക. കഴുകാനും പാടില്ല കേട്ടോ. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ തന്നെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. ഓയിൽ പുള്ളിങ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പാട്ടോ. ഒരിക്കലും ബ്രഷ് ചെയ്തിട്ട് ഓയിൽ പുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഓയിൽ പുള്ളിങ് ചെയ്യാൻ. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് ബ്രഷ് ചെയ്യുക. നിങ്ങളുടെ വാ വളരെയധികം മനോഹരമായിട്ടിരിക്കും. പല്ലുകളും അതുപോലെ മോണയും ഒക്കെ അതിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഓയിൽ പുള്ളിങ് റെഗുലറായിട്ട് ഒരു ശീലം ആക്കുവാണെങ്കിൽ. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 2 അവർ കഴിയുമ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ 2 എണ്ണമൊക്കെ ആകാൻ പാടുള്ളൂ കേട്ടോ, കൂടുതലാകാൻ പാടില്ല. പയറ്, പരിപ്പ്, കടല, വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 11:30 സമയത്തൊക്കെ ഒരു മിഡ് മോർണിംഗ് ടൈം ആകുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട് യൂസ് ചെയ്യാം. ആപ്പിൾ യൂസ് ചെയ്യാം, പേരയ്ക്ക നല്ലതാണ്, അനാറ് നല്ലതാണ്, അതുപോലെ തണ്ണിമത്തൻ നല്ലതാണ്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാവുന്നതാണ്. മിക്കവർക്കും ഞാൻ ഡയറ്റ് പ്ലാൻ കൊടുക്കുമ്പോൾ ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കറക്റ്റായിട്ട്. പിന്നെ അതിനുശേഷം ഈ മിഡ് മോർണിംഗ് ടൈം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. ഇങ്ങനെ കഴിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഡയറ്റ് പ്ലാൻ തരുമ്പോൾ അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ബ്ലോട്ടിങ്, അസിഡിറ്റി ഒക്കെ ഉണ്ടാവുകയും പിന്നെ പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ചപ്പാത്തി കഴിക്കാൻ 2 എണ്ണം, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശ 2 എണ്ണം യൂസ് ചെയ്യാം. ഫിഷ് കറി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫിഷ് യൂസ് ചെയ്യാം. മുട്ടയുടെ വെള്ളയാണെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഉണ്ണിയോടുകൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2-3 മുട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 4 മണിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നട്ട്സ് എന്തെങ്കിലും, ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും ഒരു 5 എണ്ണം യൂസ് ചെയ്യാം. കപ്പലണ്ടി ആണെങ്കിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കണം. പേസ്ട്രീസ്, മധുരമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ചായ, കോഫി എന്ത് കുടിക്കുവാണെങ്കിലും പഞ്ചസാര, ശർക്കര ഇതൊന്നും ആഡ് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ.
ഇനി വരുന്നത് ഡിന്നറാണ്. ഡിന്നർ നേരത്തെ ആക്കുക. 6:30ക്ക് നമ്മുടെ ഡിന്നർ കഴിക്കണം. 6:30ക്ക് കഴിക്കാൻ പറ്റുന്നത് ഓട്സ് കഴിക്കാം. ഓട്സ് കുറുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്യാം. പക്ഷെ കുറുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരുപാട് വേവിച്ച് കുറുക്കരുത്, അധികം വേവിക്കാതെ വേണം എടുക്കാനായിട്ട്. മില്ലറ്റ്സ് യൂസ് ചെയ്യാം, റാഗി യൂസ് ചെയ്യാം, തിന, ചാമ, വരക്, കുവരക്, ഇതുപോലെ ഒരുപാട് മില്ലറ്റ്സ് ഉണ്ട്, അതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്വിൻവ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ആഹാര സാധനമായിരിക്കും ഡിന്നറിന് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഡിന്നർ ഞാൻ പറഞ്ഞ പോലെ 6:30ക്ക് ആക്കാം. ഇനി ഡിന്നറിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണം, കറിയായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ മതി. ഡിന്നറിന് ഒരിക്കലും മീൻകറിയൊന്നും യൂസ് ചെയ്യരുത്, പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കിഴങ്ങ് വർഗ്ഗം ഒഴികെയുള്ള ബാക്കി എന്ത് വെജിറ്റബിൾസും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ സാലഡ്സ് ഉപയോഗിക്കണമെങ്കിൽ അതിനും പ്രോബ്ലം ഒന്നുമില്ല, യൂസ് ചെയ്യാം. ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഐറ്റത്തിൻ്റെ കൂടെ സാലഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ സാലഡ്സ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിങ്, അസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കറുകപ്പട്ടയുടെ സ്റ്റിക്ക് പൊടിച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് 200 ml ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കറുകപ്പട്ടയുടെ സ്റ്റിക്ക് പൊടിച്ചത് 1/4 ടീസ്പൂൺ 200 ml ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടെ അത് കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഇങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾ ഏകദേശം ഒരു 2 മാസം പോയി നോക്കിക്കേ, നിങ്ങളുടെ വെയിറ്റ് വളരെയധികം റെഡ്യൂസ് ആവുന്നതായിരിക്കും. ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കുമെന്ന് വിചാരിക്കുക. വിശക്കുന്ന ടൈമിൽ എന്താ, ഫ്രൂട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസായിട്ട് ഉപയോഗിക്കരുത്, ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഷ് എല്ലാം യൂസ് ചെയ്യാം, പക്ഷേ ചെമ്മീൻ, ഞണ്ട്, ഇറച്ചി, കൂന്തൽ ഇതൊക്കെ ഒഴിവാക്കാം. ഇറച്ചികളിൽ റെഡ് മീറ്റ് ഒഴിവാക്കണം. ചിക്കൻ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാവുന്നതാണ്, അതിന് പ്രോബ്ലം ഒന്നുമില്ല. മുട്ട ഞാൻ പറഞ്ഞതുപോലെ ഉണ്ണിയോടെയാണെങ്കിൽ ആഴ്ച 3 ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് 2 മുട്ടയുടെ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടീ ടൈമിൽ വേണമെങ്കിൽ ഇപ്പോൾ ചായയുടെ കൂടെ വേറെ കടിയൊന്നും ഇല്ലെങ്കിൽ ടീ ടൈമിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്, അതിനൊന്നും പ്രോബ്ലം ഇല്ല. വർക്കൗട്ട് കമ്പൽസറി ആട്ടോ, ഡയറ്റ് മാത്രം എടുത്തോട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ളവരുണ്ടാവുമല്ലോ, ഏകദേശം ഒരു 80-90 kg ഒക്കെ ഉള്ളവർക്ക് ആദ്യമേ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ആദ്യമേ തന്നെ ജസ്റ്റ് വാക്കിംഗ് ചെയ്യുക. 15 മിനിറ്റ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ആ വാക്കിംഗ് കൊണ്ടുപോകാവുന്നതാണ്. വാക്കിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം ഒരു 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുമല്ലോ, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും ആദ്യമേ തന്നെ ഇൻറ്റൻസിറ്റി കൂട്ടി കൊണ്ടുവരരുത് കേട്ടോ. അതത്ര നല്ലതൊന്നുമല്ല. കാലിനും മുട്ടിനും ഒക്കെ വേദന വരാനുള്ള സാധ്യതകളും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലുണ്ടാവും. അപ്പോൾ നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആട്ടോ. അപ്പോൾ ഇതനുസരിച്ച് 2 മാസം ഫോളോ ചെയ്യുക. അതിനുശേഷം എനിക്ക് റിപ്ലൈ അയക്കണേ, എങ്ങനെ ഉണ്ടായിന്ന്, വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. കുറുക്ക് വഴി തേടി പോവാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.